എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത ഹിന്ദി എഴുത്തുകാരനായ യശ്പാലിന്റെ വളരെ ശക്തമായൊരു ചെറുകഥയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കഥയുടെ പേര് സമയം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. സുഖഭോഗങ്ങളിൽ മുഴുകിയ ഒരു വംശം അതിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നു, അതൊടുവിൽ അതിന്റെ പതനത്തിന് കാരണമാകുന്നു. ഇത് വരാനിരിക്കുന്ന ചില ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്, അല്ലേ? അപ്പോ ഈ കഥയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇത് എഴുതിയ ആളെക്കുറിച്ചറിയണം. യശ്പാൽ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു കഥ പോലെ ആവേശഭരിതമായിരുന്നു. യശ്പാൽ എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ എഴുത്തുകാരനായിട്ട് കരുതരുത്. അദ്ദേഹം ഒരു ഹിന്ദി നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, സാക്ഷാൽ ഭഗത് സിംഗിന്റെ കൂടെയൊക്കെ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ആ ഒരു തീ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ യശ്പാലിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നേരെ കഥയിലേക്ക് വരാം. സമയം എന്നു പേരിട്ടിരിക്കുന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രം അച്ഛൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരാളാണ്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അച്ഛൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊരു സങ്കടമുള്ള കാര്യമല്ല. പകരം ഇതൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്നാണ് അദ്ദേഹം സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ഇവിടെയാണ് കഥയിലെ ഒരു പ്രധാന പോയിന്റ് വരുന്നത്. ഒരു വശത്ത് അച്ഛന്റെ ശുഭാപ്തി വിശ്വാസം, ഇനി ഓർഡറുകൾ കേൾക്കണ്ട, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ. മറുവശത്ത് റിട്ടയർമെന്റിനെക്കുറിച്ച് സാധാരണ ആളുകൾക്കുണ്ടാകുന്ന പേടികൾ. ജോലി പോയി, ഇനി ആർക്കും എന്നെ വേണ്ട, ഏകാന്തത. ഈ രണ്ട് ചിന്തകളും തമ്മിലുള്ളൊരു സംഘർഷമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ശുഭാപ്തി വിശ്വാസമെല്ലാം കൊള്ളാം, പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നോ? കാലം മാറുന്നതിനനുസരിച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് മാറിമറിയുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് കഥയിൽ കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ ഉപയോഗിക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. എന്നും വൈകുന്നേരമുള്ള അവരുടെ ഒരു നടത്തം. ഒന്നോർത്തു നോക്കൂ, പണ്ട് മക്കള് ചെറുതായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഇളയ മകൾ, ഐസ്ക്രീം വാങ്ങിത്തരാൻ പറഞ്ഞ അമ്മയുടെ കയ്യിൽ തൂങ്ങി കൂടെ വരാൻ വാശി പിടിച്ചിരുന്നൊരു കാലം. എന്നാൽ ഇന്നോ അവർക്ക് 20-22 വയസ്സായി. ഇപ്പോൾ അച്ഛൻ കൂടെ വിളിച്ചാൽ ഓരോരോ ഒഴികഴിവുകളാണ്. കണ്ടില്ലേ ആ മാറ്റം? അതായിരുന്നു അച്ഛനെ അലട്ടിയിരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? അവർക്ക് അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, കാര്യം സിമ്പിളാണ്. അവർ വളർന്നു. അവർക്ക് അവരുടേതായൊരു ലോകം വേണം, പേഴ്സണൽ ഫ്രീഡം വേണം. പ്രായമായ അച്ഛന്റെ കൂടെ പുറത്തു പോകുമ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും എന്നൊരു ചമ്മലുണ്ട്. ഇത് സത്യത്തിൽ ഒരു ക്ലാസിക് തലമുറ വ്യത്യാസമാണല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ, അല്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. അച്ഛന്റെ ചെറിയൊരാഗ്രഹം എങ്ങനെയാണ് തകർന്നു പോകുന്നതെന്ന് നോക്കാം. ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ വളരെ പ്രതീക്ഷയോടെ എല്ലാവരോടുമായി ചോദിക്കുകയാണ്, ഹസ്രത്ഗഞ്ചിലേക്ക് നടക്കാൻ ആരെങ്കിലുമുണ്ടോ? ആ ചോദ്യത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ മറുപടി എന്തായിരുന്നു? പൂർണ്ണമായ നിശബ്ദത. ആ നിശബ്ദതയിൽ അച്ഛൻ കേൾക്കുന്നത് ഒരു മറുപടിയല്ല, പകരം അദ്ദേഹത്തിന്റെ ഇളയ മകളുടെ ഒരു പിറുപിറുക്കലാണ്. പണ്ട് കൂടെ വരാൻ വാശി പിടിച്ചിരുന്ന അതേ മകൾ. അവൾ പതുക്കെ പറയുന്നു, ഈ ബോറൻ വയസ്സന്മാരുടെ കൂടെ ആരാണ് ബോറടിക്കാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. ആ വാക്കുകൾ അദ്ദേഹത്തിന് നെഞ്ചിൽ എങ്ങനെയായിരിക്കും തറച്ചിട്ടുണ്ടാവുക? അത് കേട്ടപ്പോൾ അച്ഛൻ എന്തു ചെയ്തു? ദേഷ്യപ്പെട്ടോ? വഴക്കിട്ടോ? ഇല്ല. ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് വിഷാദം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം നിലത്തേക്ക് നോക്കിയിരുന്നു. ആ ഒരൊറ്റ നോട്ടത്തിൽ, ആ പുഞ്ചിരിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ സങ്കടവുമുണ്ടായിരുന്നു. ആ ഒരൊറ്റ നിമിഷം, ആ ഒരൊറ്റ വാക്ക്, അതായിരുന്നു ആ മനുഷ്യന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ്. പക്ഷെ അത് അദ്ദേഹത്തെ തളർത്തിയില്ല. പകരം അതൊരു തിരിച്ചറിവിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അദ്ദേഹം ആ നിശബ്ദതയെ ഭേദിച്ചു. ഭാര്യയോട് ഒരു ഊന്നുവടി ചോദിച്ചു. പണ്ട് മലകളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വടിയെടുത്ത് ആരെയും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ആ വടിയിലൂന്നി അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കാൻ പോയി. ആ നടത്തം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഊന്നുവടി വെറുമൊരു വടിയായിരുന്നില്ല, അതൊരു പ്രതീകമായിരുന്നു. കാലം മാറി, തനിക്കിനി താങ്ങായി താൻ മാത്രമേയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നതിന്റെ ഒരു അടയാളമായിരുന്നു ആ ഊന്നുവടി. ശാരീരികമായി മാത്രമല്ല, മാനസികമായും അദ്ദേഹം ആ സത്യത്തെ അംഗീകരിക്കുകയായിരുന്നു. അപ്പോ യശ്പാലിന്റെ ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാലം മാറുന്നതിനെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുന്നത് ഒരുതരം തോൽവിയാണോ, അതോ അതൊരു തിരിച്ചറിവാണോ? ഒരുപക്ഷേ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ ആവാം, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു?